ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കോൺസ്റ്റബിൾ മഞ്ജുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ മഞ്ജു ഇപ്പോൾ ഗൗരിയമ്മൻ്റെ വീട്ടിലാണല്ലോ. അപ്പോൾ മഞ്ജുവിനെ കാണാൻ വേണ്ടി ശാലിനി വരികയാണ്. ശാലിനി ഇങ്ങനെ ഓരോ ദിവസം എന്നല്ല വരുമ്പോഴൊക്കെ നമ്മുടെ മഞ്ജുവിന് പണി കൊടുക്കാൻ വേണ്ടി മാത്രം വരുന്നതാണ് കേട്ടോ. മഞ്ജു അങ്ങോട്ട് വന്നിട്ട്, ഓ നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു, അപ്പം നിന്നെ കാണാൻ വേണ്ടി വന്നതാണ്. ആ വിചാരിച്ചു നീ പതിവില്ലാണ്ട് ഇങ്ങോട്ട് വരുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വിചാരിച്ചു നീ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരുമായിരിക്കുന്നത്. ആ നിന്നെ ഇറക്കി വിട്ടതൊക്കെ ഞാൻ അറിയും. അപ്പം നിന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറയണം കേട്ടോ. അതുകൊണ്ടൊന്നും ശാലിനി നിർത്തുന്നില്ല. ശാലിനി ഇങ്ങനെ നമ്മുടെ മഞ്ജുവിനെ എങ്ങനെയൊക്കെ എരിപിരി കയറ്റാം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ പിന്നെയും പറയണേ. എന്തൊക്കെ ആയിരുന്നു ഗിരിയേട്ടന് നിന്നെ ജീവനാണ്, അതാണ് എന്തൊക്കെയോ കുറേ എന്താണ് ഗിരിയേട്ടന് എല്ലാം ആണ് മഞ്ജു എന്നൊക്കെയാണ് നിന്റെ വിചാരം. പക്ഷേ എന്നിട്ട് കെട്ടുനിറയ്ക്കുമ്പോൾ ആ സമയത്ത് നീ ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ ഞാൻ എവിടെയായിരുന്നു അറിയോ? ഞാൻ ഗിരിൻ്റെ ഒപ്പമായിരുന്നു, ഗിരിൻ്റെ അടുത്തായിരുന്നു പറഞ്ഞിട്ട് പറയണേ. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മഞ്ജു പറയും, നീ ഗിരിയേട്ടൻ്റെ അടുത്ത് നിന്നാലും എനിക്ക് ഒരു കുഴപ്പമില്ല, ഗിരിയേട്ടൻ്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ, അതൊക്കെ നിന്റെ തോന്നലാണ് പറഞ്ഞിട്ട് ശാലിനി പറയാണ് കേട്ടോ. ശാലിനി ഒന്നും വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ. ശാലിനി അങ്ങോട്ട് അടിച്ചു കയറാൻ വേണ്ടി നോക്കണം. പക്ഷെ നമ്മുടെ മഞ്ജുവിനെ ഇതാകുമോ? മഞ്ജുവിൻ്റെ ഗിരി എന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മഞ്ജു പറയും, ഇപ്പോൾ ശബരിമലയ്ക്ക് പോകണമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഇതാക്കേണ്ടി വരും, അതുകൊണ്ടൊക്കെയാണ് ഞാൻ മാറുന്നത്, ഗിരിയേട്ടന് ഒരു പ്രശ്നം ഉണ്ടാവണ്ട, നല്ലതായി പോവട്ടെ എന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ പോയത്. എന്നാലും നിന്നെ അവിടെ നിന്ന് ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ നീ സമ്മതിക്കണ്ട കേട്ടാ മഞ്ജു പറഞ്ഞിട്ട് പറയാണ്. എനിക്ക് ഒരു കുഴപ്പമില്ല, നീ എന്ത് വിചാരിച്ചാലും എനിക്ക് ഒരു കുഴപ്പമില്ല പറഞ്ഞിട്ട് നമ്മുടെ മഞ്ജു പറയാണ് കേട്ടോ. മഞ്ജു വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ. മഞ്ജുവിന് അറിയാലോ ശാലിനി എങ്ങനെയാണ് സംസാരിക്കാന്നൊക്കെ അറിയാലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ശാലിനി പറയും, എൻ്റെയും ഗിരിൻ്റെയും ഇടയിൽ വലിഞ്ഞു കയറി വന്നവളാണ് നീ, നിന്നെ ഒഴിവാക്കിയിട്ട് ഞങ്ങൾക്ക് ഒരുമിക്കാൻ പറ്റുള്ളൂ പറഞ്ഞ് ഞാൻ അതും ചെയ്തിരിക്കും, എനിക്ക് ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയണേ. ഞാൻ എന്തായാലും ഞാനായിട്ടൊന്നും ചെയ്യില്ല, ദൈവം തന്നെ ചെയ്തോളും. കാരണം ഇപ്പോൾ കെട്ടുനിറയ്ക്കണ ആ ഒരു സമയത്ത് തന്നെ നീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നില്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ദൈവം എൻ്റെ കൂടെയാണെന്നൊക്കെയാണ് നമ്മുടെ ശാലിനി അടിച്ച് പറയുന്നത് കേട്ടോ. പക്ഷെ നമ്മുടെ മഞ്ജു അത് കേൾക്കുമ്പോൾ വിഷമമുണ്ട് കേട്ടോ. അവൾ പറയുന്നത് സത്യമുണ്ട്. ആ കെട്ടുനിറയ്ക്കണ ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ മഞ്ജുവിന് ഇറങ്ങേണ്ടി വന്നില്ലേ. എന്നിട്ട് പിന്നെയും ശാലിനി പറയും, അയ്യപ്പൻ എൻ്റെ കൂടെയാണ് എന്നിട്ട് പറയും. അപ്പോൾ നമ്മുടെ അയ്യപ്പൻ പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അയ്യപ്പൻ പറയും, അയ്യപ്പൻ ഒരിക്കലും കുട്ടിയുടെ കൂടെ നിൽക്കില്ല. അത് പറയും, നീ ആരാണ് ചോദിക്കുകയാണ്. ഞാൻ അയ്യപ്പൻ. അപ്പോൾ നിനക്ക് വട്ടുണ്ടോ പറഞ്ഞിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മഞ്ജു പറയും, ഇത് അയ്യപ്പനാണ് പറഞ്ഞിട്ട് പറയും. ഓ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു മഞ്ജുവിന് സെക്യൂരിറ്റി ആയിട്ട് ഒരു ചുള്ളൻ ചെക്കൻ വന്നിട്ടുണ്ടെന്ന്. അത് എനിക്ക് അപ്പോൾ നമ്മുടെ അയ്യപ്പൻ പറയും, ആദ്യം പറഞ്ഞത് എനിക്ക് ഇഷ്ടമായി, പിന്നെ പറഞ്ഞത് എനിക്ക് ഇഷ്ടമായില്ല പറഞ്ഞിട്ട് നമ്മുടെ അയ്യപ്പൻ സംസാരിക്കാൻ കേട്ടോ ശാലിനിയോട്. അതും ഒരു പോലീസിനെ ഒക്കെ ഭീഷണിപ്പെടുത്തുക പറഞ്ഞാൽ തെറ്റല്ലേ. പിന്നെ അയ്യപ്പൻ നിന്റെ കൂടെയാണ് നിൽക്കണത്, മഞ്ജുവിൻ്റെ കൂടെയല്ല പറഞ്ഞാൽ അത് ഏറ്റവും വലിയ തെറ്റാണ്. ഞാൻ തെറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയാണ്, എനിക്ക് ഒരു കുഴപ്പമില്ല പറഞ്ഞിട്ട് പറയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അയ്യപ്പൻ പറയും, നീ മാപ്പ് പറയാണ്ട് നീ ഇവിടെ നിന്ന് കാർ എടുത്തിട്ട് പോവില്ല പറഞ്ഞിട്ട് നമ്മുടെ അയ്യപ്പൻ പറയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ അയ്യപ്പൻ്റെ വാക്ക് ധിക്കരിച്ചിട്ട് ശാലിനി വണ്ടിയൊക്കെ ഓണാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ വണ്ടി ഒരിക്കലും ഓണാവുന്നില്ല കേട്ടോ. എന്നിട്ട് നമ്മുടെ ശാലിനി നമ്മുടെ മഞ്ജുവിൻ്റെ അടുത്ത് മാപ്പൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഒക്കെ ആയിരിക്കും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.